അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ശിഷ്യപൂജയെ കണ്ട് നമസ്കരിച്ച് നമ്മളിങ്ങനെ ആരാധനാലയത്തിലോട്ട് ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് ആ, ഗുരുവിൻ്റെ ഒരു രൂപം എന്നിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു പ്രകാശ സ്വഭാവത്തിൽ ഒരു ഗുരുവിൻ്റെ ഒരു രൂപം, അതായത് നമ്മുടെ ഇപ്പോൾ ശിഷ്യപൂജയുടെ ആ ഗുരുദർശനത്തിൻ്റെ ഒക്കെ സന്നിധിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുവിൻ്റെ ഒരു തപശക്തിക്ക് പോലും ഇത്ര പ്രകാശ സ്വരൂപങ്ങളുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രകാശ സ്വരൂപമാണെന്ന് തോന്നുന്നു എന്നോടൊപ്പം ഇങ്ങ് വരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ആരാധനാലയത്തിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഗുരുവിൻ്റെ ഒരു സ്വരൂപം എന്നിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇതെനിക്ക് തോന്നുന്നതായിരിക്കാം, കാരണം ഞാനിങ്ങനെ നോക്കുന്നു. അപ്പോൾ എന്തോ ഞാൻ നടക്കുമ്പോൾ എന്നോടൊപ്പം ഗുരു ലയിച്ച് നടക്കുന്നത് പോലെ ഒരു അനുഭവം. അപ്പം ഈ അനുഭവം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് തോന്നുന്നതാണ്, കാര്യം ഞാൻ തന്നെ സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ അനുഭവം ഈ തോന്നുന്നത് മാത്രമല്ല, കാരണം ഇങ്ങനെ ഒരു ലയനാത്മകമായ ഒരു അനുഭവം വന്നതോടുകൂടി എൻ്റെ മനസ്സ് പെട്ടെന്ന് എൻ്റെ ഞാനെന്ന ഭാവത്തു നിന്നങ്ങ് മാറി ഒരു പ്രത്യേക ശാന്തിയും ഒരു പ്രത്യേക അവബോധത്തിലേക്കും പരിണമിച്ചു. അതായത് ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ പാസ്റ്റും എൻ്റെ നിരാശകളും ഫ്രസ്ട്രേഷനും എൻ്റെ ഫ്യൂച്ചറും എൻ്റെ ദുഃഖങ്ങളും അല്ലെങ്കിൽ എൻ്റെ വ്യാകുലതകളും ഒരു വ്യക്തി എന്ന രീതിയിലുള്ള നമ്മുടെ അവസ്ഥകളിലുള്ള എല്ലാ ദുഃഖങ്ങളും പെട്ടെന്ന് മാറി അതെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ട് നമുക്കൊരു പ്രത്യേകമായ ഒരു അവബോധം ഇങ്ങനെ വന്നിട്ട് വളരെ ശാന്തിയും ആനന്ദവും സന്തോഷവും എന്തോ ഒരു പൂർണ്ണതയും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു പൂർണ്ണതയുമായിട്ട് ഇങ്ങനെ ഒരു ഭക്തി ഭാവനയിൽ ഇങ്ങനെ ഞാൻ നടക്കുന്നു. അപ്പോൾ എനിക്കൊരു വ്യത്യസ്തമായ ഒരു ലയനാത്മകമായ ഒരു അനുഭൂതി, അങ്ങനെ ആ ഒരു അനുഭൂതി തലത്തിൽ നിന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് എല്ലായിടത്തും ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ ചെടികളെ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ചെടിയെ കണ്ടതുപോലെ ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിന് എന്തൊരു സൗന്ദര്യം. അങ്ങനെ ഞാൻ പറഞ്ഞ നമ്മുടെ ആരാധനാലയത്തിലെ ഓരോ തൂണുകളിലും ഒക്കെ നോക്കുമ്പോൾ എനിക്കെല്ലാം വ്യത്യസ്തമായിട്ട് തോന്നുന്നു, ഒരു പുതിയ ഒരു ലോകം പോലെ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു ഈ ഊർജം എല്ലായിടത്തും നോക്കൂ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഊർജത്തിനോടൊപ്പം ഒരു കരുണയും ഒരു കാരുണ്യത്തോടെ എല്ലാത്തും നോക്കൂ, എല്ലാവരെയും നോക്കൂ എന്ന് പറയുന്നു. കാരണം ഞാൻ പൊതുവായിട്ട് ആരെയും അങ്ങനെ നോക്കാറില്ല. കാരണം പണ്ടേ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ പലരും തെറ്റിദ്ധരിച്ച് കളയും. അപ്പം ഞാനെന്ന് പറയുമ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് പലരെയും കാണുമ്പോൾ ചിരിക്കുമ്പോൾ ഒരു ദിവസം ചിരിക്കുന്ന ആൾ അടുത്ത ദിവസം ചിലപ്പോൾ ചിരിക്കൂല, കാരണം ഞാൻ എന്തോ എഴുതിയത് അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കും എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ അതോടുകൂടി തീർന്നു. പിന്നെ നമ്മളൊരു ഇന്നസെൻ്റ് ആയിട്ട് ഇതെല്ലാം മറന്ന് ഫ്രഷ് ആയിട്ട് അവരെ നോക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം എന്തെങ്കിലും, അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അറിവുകളും ഇൻഫർമേഷനും ഇതെല്ലാം വെച്ച് കൂട്ടിക്കുഴച്ചാണ് ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത്.